ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ഡബിൾ പ്രൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുതി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. പല്ലൊക്കെ തേച്ചപ്പോൾ ഒരാൾ ഭയങ്കര നടത്തോട് കാണിച്ചിരാവും. ഒരാൾ രാവിലെ 6 മണിക്ക് നടക്കുന്നതാണ്. പ്രസംഗം കേൾക്കുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെയാണ് കേട്ടോ. ഇനി ഉത്സവം തുടങ്ങിയാണ്. അപ്പം അതിൻ്റെ ഇതാണ് ആദ്യം അവിടെ നടക്കുകയാണ് കാര്യമായിട്ട്. തെക്ക് വടക്കിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ പറഞ്ഞു കഴിച്ചാ നടന്ന് ഞാൻ കണ്ട് എക്സസൈസ് നടത്തും. ഞാൻ എഴുതിട്ട് കുറച്ചു നേരമായി. ഞാൻ നോക്കെടുത്ത അപ്പൊ നടപ്പേനോ. പിന്നെ ഞാൻ പോയി പല്ല് കുട്ടി വെച്ചു. മുകളിലോട്ട് പോവാം. മോളിലാകെ പറമ്പിലുണ്ട്. വാ നോക്കിട്ട് പോവാ. മോളിലാകെ പറമ്പിലുണ്ട്. ആരെങ്കിലും ഉണ്ടാവും വിറക് കുറക്കാനാ. ഇവിടെ ഇന്നിപ്പോ ഉത്സവം തുടങ്ങണോണ്ട് എൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെയിൽ കണ്ടോ, വെയിലിങ്ങനെ ഉദിച്ച് വന്നിട്ട് ആ ഒരു ഇത് ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ പ്രത്യേകത ഭംഗിയാണ്. ഇതെൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങളുടെ ശരിക്കുമുള്ള വീട് ഇതായിരുന്നു. വീട് പുള്ളി വിറ്റപ്പോഴത്തേക്കും വാങ്ങിച്ച ആളോട് അത്ര ഇടിച്ചു നിരത്തി റബ്ബറും വെച്ച് അടുക്കള വളം വെക്കുന്ന സ്ഥലമാക്കി. മാമനാണ് നിനക്ക് വീട് വെച്ച പോലെ കുഴി കൊണ്ട് വിളിച്ചത്. എൻ്റെ വീട് ഇവിടെ ആയിരുന്നെങ്കിലും ഒരു പക്ഷെ ഇതൊന്ന് പൊതുവഴിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കിട്ടിപ്പോയല്ലേ. അതായത് പോവാം. നമ്മൾ നടന്ന് റോഡിന്റെ മുകളിലെത്തി. ഇതാണ് നമ്മുടെ റോഡ്. തണുപ്പുണ്ട്, പക്ഷെ ഞാൻ വിയർത്ത്. എന്തായാലും ആർജകൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കാം. അതിനും കിട്ടിയ അവസരമാണ്. പാഴാക്കണ്ട. കയറി വരുമ്പോൾ നമ്മളങ്ങ് താഴൊന്ന് ഇവിടെ കയറി വന്നതാണ്. പോവാം. നമ്മള് നടന്നിട്ട് മുകളിലൊന്ന് നമ്മളവിടെ കോട ഇങ്ങനെ കണ്ട, അങ്ങനെ കോട സൈഡ് ഫുള്ള് ഇഷ്ടം പോലെ ഉണ്ട്. കോട തന്നെയാണ് ഫുള്ളായിട്ട്. നമ്മളെ ഈ സ്ഥലം കാണാൻ ഇങ്ങനെയാണ്. ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു. പക്ഷേ ഈ റബ്ബറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവര് ഇത് വെച്ചിരിക്കുവാണ്, പുറത്തിച്ചക്കയുടെ ചെടി. ഇല്ല ആർജെ? അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായിരിക്കും അല്ലേ ഇത്ര ഇതാക്കിയിട്ട്. പിന്നല്ലാതെ അത് പൂക്കും. ഇത് പൂത്തോളൂ മഴ മഴയുമ്പോഴേ. ആരാ വരുന്നുണ്ടല്ലോ, തങ്കച്ചീരും കുട്ടത്തിനും വീട്ടിലൊക്കെ ഓട്ടോഷ. ഡെയിലി ഓട്ടോയിൽ പോയി വരുന്നു. എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും പോയിട്ട് നടക്കാം. ആർജന എക്സസൈസ് ചെയ്യിപ്പിച്ച് ആർജ കിടന്നു. നിങ്ങൾ കാണുന്നില്ല ഗൈസ്, ഞാൻ വിയർത്ത് കുടിച്ചില്ല. അപ്പൊ ആർജ രാവിലെ തണുപ്പൊക്കെ പോയി. സ്വന്തമായിട്ട് എഴുന്നേക്കാൻ പോലും വയ്യ. എന്നിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അതോടെ ഞാൻ ഡെയിലി നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് സെക്സി പോയിട്ട് നടക്കുന്നത്. നോക്കൂ ഗൈസ്, എന്റെ വിയർപ്പ്, എന്റെ അധ്വാനമാണ് വീണത്. എന്തായാലും എക്സസൈസ് ഒക്കെ ചെയ്യുന്നേരം വീട്ടിലോട്ട് പോവാം. രാവിലെ തന്നെ ഇവിടെ കുഴ പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും നമ്മളെന്നും ഒരു റുട്ടീനായിട്ട് ഇവിടെ കുഴ അടിച്ച് ചേട്ടൻ താഴ്ന്ന് കുഴ അടിച്ച് ഇവിടെ വന്നതാണ്. ആദ്യം തോലൊടിക്കുക, അതാണ് പരിപാടി. ഞങ്ങളിവിടെ കുഴ എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ നമുക്കിനി നേരെ വീട്ടിൽ പോകാം. പരിപാടികളുണ്ട്. പാത്രം കൈക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പ്ലേറ്റ് ഓർമ്മ കേട്ടോ, ഓർമ്മ എടുത്തു. അങ്ങനെ നിഷു പാത്രം കൈക്കൊണ്ടിരിക്കുക. നമ്മൾ പാത്രം കഴിയിട്ട് വേണം ഇനി ഭക്ഷണം കഴിക്കാനുള്ള കാര്യം ഉണ്ടാക്കാം അല്ലേ നിഷു? രാവിലെ എന്തൊക്കെ ഉണ്ടാക്കും? എന്താ പുട്ടുണ്ടാക്കാനുള്ള ഗോതമ്പ് റേഷൻ കിട്ടിയിട്ടുണ്ട്, ബാക്കി പാക്കറ്റ് ഉണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർന്നിട്ടുണ്ടാക്കാം. പാത്രം കൈ തീർക്കട്ടെ ആദ്യം. ചാമ്പലില്ലാത്തോണ്ട് പാത്രം അങ്ങോട്ട് എടുത്തിട്ടില്ല. ചാമ്പലില്ലാത്തോണ്ട് പാത്രം ആവില്ല. നാളെ നമുക്ക് ചാമ്പലിട്ട് കഴിയാം. ശരിയാവും. നമ്മൾ ഇന്നലെ പറിച്ച പപ്പായ ശരിക്കും പഴുത്തിട്ടുണ്ട്. തേങ്ങ സെറ്റാക്കി എടുക്കാം. മിഞ്ഞാന്ന് നമ്മുടെ മിഞ്ഞാന്നുള്ള ഡേമ ലൈഫിലുണ്ട് തേങ്ങ. ഇതും കൂടി എടുത്ത് സെറ്റാക്ക്. പപ്പായ അടുത്തോണ്ട് തരാം.
ഇവിടെ മീൻ എടുപ്പുണ്ട് ഗൈസ് സെപ്പറേറ്റ്. ഇതൊക്കെ നമ്മുടെ പറമ്പാണ്, നമ്മുടെ മരത്ത്. കുരുട്ടാണ്. ആ ഇത് കുരുട്ടാണ്, വലിയ മധുരം ഇപ്പം ഉണ്ടാവില്ല, ചെറുത്, എന്നാലും കുഴപ്പമില്ല, നന്നാക്കി എടുക്കുക. ആ വാടിപ്പഴുത്ത എന്തായാലും ഇത് നമ്മളെ ഉണ്ട പപ്പായാണ്, അങ്ങനെ മധുരം ഇരിക്കും നിഷു. അത് ഇതിനത്തെയാണ്, ഇതിൻ്റെ അടുത്ത് പഴുക്കാറായി. ഇത് നമ്മൾ മിഞ്ഞാന്ന് ഡേ ലൈഫിൽ ഉൾപ്പെടുത്തിയായിരുന്നു മീൻ, അതൊക്കെ പറിച്ചൊക്കെ അല്ലേ നിഷു? അതൊക്കെ നമുക്ക് കാണാൻ ശ്രമിക്കുക. ഇതെന്തായാലും ഇപ്പോൾ നന്നാക്കി കഴിക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊക്കെ ചേർത്താലേ വെള്ളം കുടിച്ചതിന് ശേഷം പപ്പായ കഴിക്കണം. അതാണ് അതിനുവേണ്ടിയാണ് തേക്കുന്നത്. നമ്മൾ പപ്പായ ഒക്കെ കഴിക്കുന്നത് ശരിക്കും നല്ലതാണ് കേട്ടോ. ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് എല്ലാരും പറയും ചൂട് കഴിക്കാൻ പറ്റില്ല. ശരിക്കും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കഴിച്ചതിന്റെ കറയാണ് ശരിക്കും പറഞ്ഞാൽ പപ്പായക്ക് ചൂട്. ഈ പണ്ടുള്ളവർ പറയും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പപ്പായ തിന്നാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ഇല്ല കേട്ടോ. ഒരു ഡോക്ടർമാരും പറയുന്നില്ല. അത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിന്റെ കറ കളഞ്ഞതിന് ശേഷം പപ്പായ കഴിക്കാം. പപ്പായന്റെ കുരുവിന്റെ ചൊനയൊന്നും വയറ്റി പോവാതിരിക്കാം. അങ്ങനെയാണ് അബോർഷനൊക്കെ ഉണ്ടാകുന്നത്. എല്ലാവരും പപ്പായൊക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ പീരീഡ്സ്, വയറുവേദനയൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എത്ര വയറുവേദന ഉള്ളവർക്കും ഒരു ശമനം ഉണ്ടാവും. തേങ്ങയുടെ അനുഭവമാണല്ലോ തേങ്ങ. അപ്പോൾ പപ്പായ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റാക്കി എടുക്കട്ടെ. എന്നിട്ട് കുറച്ച് പപ്പായം കഴിക്കാം. പിന്നെ പുട്ടുണ്ടാക്കുന്നുണ്ട്, മീൻ കറി നേരത്തെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി പപ്പടമൊക്കെ വറുത്ത് സെറ്റാക്കി കഴിക്കാം അല്ലേ തേങ്ങ? അതാണ് ഇന്നത്തെ ഫുഡും ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലത്തെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ആവാൻ എപ്പോഴും പതിവ് സ്ഥിരമായിട്ട്. അപ്പോഴാണ് ആർജിക്ക് തടിയും കുറയും. അതാണ്. ഓ തേങ്ങയ്ക്കും തടി കുറയണം, തേങ്ങ കൊണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുടവേറൊന്നും ഇല്ല, എനിക്കാണ് വയറുള്ളത്, നിനക്കല്ല. എനിക്കുണ്ട്. ഒരു ഡ്രസ് ഇടാൻ വയ്യ ഇപ്പൊ. ഓ തേങ്ങയുടെ ഓരോ പരാതികൾ. എന്റെ പരാതി അംഗീകരിക്കണം. ആയിക്കോട്ടെ, അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതേ കഴിച്ച് നമ്മുടെ പപ്പായ സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിശു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും കഴിച്ചു തുടങ്ങി. നമുക്ക് പപ്പായ കഴിക്കാം രാത്രി ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് ഫസ്റ്റ് ഇല്ല തേങ്ങ ഒരു ചെറിയ ഭക്ഷണം പോലെ ഫസ്റ്റ് കഴിക്കാം. അങ്ങനെ ആർജ് പപ്പായ കഴിച്ചോണ്ടിരിക്കുക. ആദ്യം സ്ലോ മോഷനാണ് കഴിച്ചത്. ഞാൻ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ്. തേങ്ങ എനിക്ക് നൈസ് പണി വന്നു. ഞാൻ ഭക്ഷണം കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പായ എനിക്ക് കൂടുതൽ വന്നിട്ട് പോയി കളഞ്ഞു. പിന്നെ അല്ല, ഞാൻ കുറെ കഴിച്ചു. രാജ കഴിക്കട്ടെ. മാത്രമല്ല മധുരം കുറവാണ്. മധുരം ഉണ്ട് അതിന്, നല്ല മധുരമില്ല. ഇന്നലെ കഴിച്ചത് അത്ര മധുരം പോലും ഇല്ല. അത് നാടായി, ഇത് വരുത്തായി. രണ്ട് വ്യത്യാസമുണ്ട്. രാജ കഴിക്കട്ടെ കഴിച്ച്. ഞാൻ പറ്റി എന്റെ പണിയെങ്കിലേക്ക് പോട്ടെ. കഴിച്ചിട്ട് എനിക്ക് തേങ്ങ ചുരണ്ടി തരണേ. ആയിക്കോട്ടെ. അപ്പം ആദ്യം എനിക്ക് തേങ്ങ ചുരണ്ടി തന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ച്. ഞാനാണെങ്കിൽ ആ സമയം കൊണ്ട് മാവ് നനയ്ക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് പാത്രവും മാവൊക്കെ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും പോയി ഞാൻ മാവ് നനയ്ക്കട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തേങ്ങ ചുരണ്ടി കൊടുത്ത് തേങ്ങ വിശ്വാസം കൊണ്ട് കുട്ടി ചൂടാക്കിയത് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിരണ്ടിട്ട് ഇതേ പുറത്ത് വെച്ചിരിക്കുന്നു. പുറത്ത് അതെടുത്തിട്ടില്ല. മാവ് പാക്കറ്റെല്ലാം പുറത്ത് അതൊക്കെ എടുത്തോളൂ കേട്ടോ. തേങ്ങ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നിശു പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകണം. തേങ്ങ ഇട്ട് എന്നാൽ നമുക്ക് പുട്ട് കഴിക്കാം. പുട്ട് കഴിക്കുമ്പോഴേക്കും അതെ നിശു കുറച്ച് ഇതാക്കുന്നേ ഉള്ളൂ. ഓരോ കുട്ടി പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലുണ്ടെങ്കിൽ തന്നെ അത് ഉച്ചയ്ക്ക് ശേഷം തിന്നാം. കാരണം മീൻകറിയാണ്, വേറെ കറി വെക്കാൻ സാധനമൊന്നുമില്ല. അത് വേറെ കാര്യം. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം പോണത്. അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. സമയം ഇപ്പോൾ ഏതായാലും 10 മണിയാവുന്നത്. നമ്മൾ ആദ്യം പപ്പായ കഴിച്ചു, ലഘുഭക്ഷണം രാവിലെ തന്നെ ഫ്രൂട്ട്സ് കഴിച്ചു. പപ്പായ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ പപ്പായ പറിച്ച പപ്പായ പഴുപ്പിച്ചത് നമ്മൾ തന്നെ കഴിച്ചു അല്ലേ നിശു? പിന്നെ ഇത് നോർമലി പൊട്ടിക്കാനുണ്ട്, ഇതാക്കി നന്നാക്കിയിട്ടില്ല. അത് ചെറുതാണ്, അത് വാടിയതാണ്, അതുകൊണ്ട് മടി നന്നാക്കാനായിട്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ നന്നായി കഴിക്കും. നമ്മൾ നന്നാക്കി നോക്കും എങ്ങനെയുണ്ട് ടേസ്റ്റൊക്കെ. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ വരും കളിക്കാൻ വേണ്ടി പോകും. പറ്റുമെങ്കിൽ നമുക്കിന്ന് അമ്പലത്തിൽ പോവാം അല്ലേ? അമ്പലത്തിൽ പോകാനായിരുന്നോ? അമ്പലത്തിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് ദാരിദ്ര്യമായിരിക്കും ഇവിടെ. അതാണ് ഒരു സത്യം. എന്നാലും പോയി നോക്കണം. ഞായറാഴ്ച അല്ലേ, അപ്പോൾ അവധി ദിവസം കൊണ്ട് തിരക്കുണ്ടാവില്ല. പോയി നോക്കണം, ശ്രദ്ധിക്കും. ഇപ്പോൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഗൈസ് അങ്ങനെ ആദ്യത്തെ കുറ്റി പുട്ടായിരിക്കുകയാണ് അല്ലേ നിശു? അപ്പോൾ തള്ളയായിട്ട് ഇവിടെ ഫുള്ളായിട്ട് എന്താ പുറത്തേക്ക് കുളം നേരിട്ട് ആയി വന്നല്ലേ? അപ്പോൾ എന്നിട്ട് ആ ചാൻസ് ഉണ്ട്. നിശുവിന് വേണ്ട ചൂട് പേടിയ ഗൈസ്, അത് വേറെ കാര്യം. ചൂട് പേടിയില്ലാത്ത ആൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ചൂട് പേടിയില്ലാത്ത ആളെല്ലാം ചെയ്തു തരാറുണ്ട്. അത് മതി. തേങ്ങ ചെരുവി തരാൻ ചൂടില്ലല്ലോ.
കുറേ കാലം ചെയ്തിട്ടുണ്ട്, അത് മതി. ഇതും കൂടി തലയിൽ വെച്ച് കെട്ടണ്ട. ഒരു പ്രാവശ്യം വെള്ളം ഒരു ബക്കറ്റ് എടുത്ത് കൊടുത്തുകൊണ്ട് സ്ഥിരമായിട്ട് വെള്ളം എടുത്ത് എൻ്റെ പണിയായി മാറി. വെള്ളം കോരി കൊടുത്ത് ഒരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്തപ്പോഴേക്കും പിന്നെ സ്ഥിരമായിട്ട് വെള്ളം കോരി എൻ്റെ പണിയായി. ഒരു പ്രാവശ്യം അലക്കി കൊടുത്തപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് അലക്കൽ എൻ്റെ പണിയായി മാറി. അങ്ങനെ എല്ലാം എൻ്റെ പണിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു എൻ്റെ പണിയാക്കി എടുക്കാൻ സമയം നോക്കുന്നില്ല. തേങ്ങ അങ്ങനത്തെ ഒരു പ്രാവശ്യം ചെണ്ട കൊടുത്തപ്പോഴേക്കും ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ തേങ്ങ ചെണ്ടത്. അതങ്ങനെയാണ് ഗൈസ്. നിങ്ങളായിട്ട് ഒന്നും ചെയ്ത് കൊടുത്ത് പഠിപ്പിക്കരുത് ഭാര്യയ്ക്ക്. പഠിപ്പിച്ചാൽ തീർന്ന് പിന്നെ നിങ്ങളുടെ കഷ്ടകാലമാണ്. അതെങ്ങ അങ്ങനെയൊക്കെയാണ്. ഒരു ജോലി പെണ്ണ് മാത്രമേ ചെയ്യാവൂ. അങ്ങനെയല്ല, പെണ്ണ് മാത്രം അങ്ങനെ റൂളൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യണമെന്ന് അത് മുതലാക്കാൻ പാടില്ല. മുതലാക്കൊന്നുമില്ല. അത് അവസരം നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോ നിങ്ങളും കൂടി നിൽക്കുകയാണ്, നമുക്കൊരു സപ്പോർട്ടാണ്. മനസ്സിലായ? അതൊരിക്കലും മിസ്യൂസ് അല്ല. പക്ഷെ ഹെൽപ്പ് ചെയ്യണമെന്ന് മിസ്യൂസ് ചെയ്യണം തേങ്ങ ചെയ്യാറ് എപ്പോഴും. ഒരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കും അതിന് എന്റെ ജോലി ഹെൽപ്പായി. തേങ്ങ അടുക്കളയിൽ പങ്കെടുത്തോണ്ടിരിക്കാം. നോക്കിക്കോട്ടെ, ഇപ്പൊ ഉപദ്രവിക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഉള്ള തേങ്ങ പെറുക്കി തിന്ന് മുടിപ്പിക്കോ? പുട്ട് തേങ്ങ ഉണ്ടാവോ? തേങ്ങ ഉണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ വരാം. ചൂടെടുക്കണേ. ഞാനൊക്കെ വീഡിയോ എടുത്തിട്ടാ പ്രാന്തി തേങ്ങ പ്രാന്തളകി എന്നെ ഉപദ്രവിക്കുന്നത് ഇതൊക്കെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു. എനിക്ക് തോന്നി ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നതൊക്കെ തേങ്ങ ഉടായിപ്പാക്കരുത്. ഞാൻ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് പുട്ടില്ല. നീ വീഡിയോ എടുത്ത് ഡിലീറ്റ് ഇല്ല എടുത്തില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാ. എല്ലാം എടുത്തില്ല, ചുമ്മാ പറഞ്ഞാ. വെള്ളം തെറിച്ചതാടാ പട്ടി. വെള്ളം തെറിച്ചപ്പോഴും ഇങ്ങനെ തേങ്ങയുടെ ഓരോരോ പണി കൂടി ഇരിക്കട്ടെ. ആവട്ടെ. ഗ്യാസ് തീരാറായി. ചുമന്ന തീയായി. അടുപ്പത്തിക്കണേ. എടാ അടുപ്പ് കത്തിച്ചിട്ടല്ലേ ചോറും കറിയൊക്കെ ഇന്നലെ വെച്ചത്. ഇപ്പഴല്ലേ ഞാൻ പുട്ട വയ്ക്കാൻ വേണ്ടിട്ടല്ലേ ഇതാക്കിയുള്ളൂ. എന്തോന്നു പറഞ്ഞോണ്ടല്ലോ, ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ടില്ല. അഴുക്ക ചെറുക്കാൻ എന്നെ പിടിഞ്ഞ് ഞാൻ മതിൽ ഒരച്ച് പേട്ട് തലയിൽ കൊട്ടും തരും. എന്നെ കൊല്ലുന്ന തേങ്ങ പറഞ്ഞിട്ടേ ഇല്ല. പേട്ട് തലയിൽ കൊട്ടുന്ന കൊല്ലാനുള്ള പ്ലാൻ ഇല്ലേ? അത് ഉദ്ദേശിച്ചു. നമ്മളെ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. പുട്ട് കഴിഞ്ഞോണ് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ? കറക്റ്റ് 2 കുറ്റി പുട്ട് തേങ്ങ കഴിഞ്ഞോണ്. കുറ്റിയിലാവുന്നത് മാവെടുത്ത് തോന്നുന്നു. കഴുത കറക്റ്റ് 2 കുറ്റി പുട്ട് ഉണ്ടാക്കിയാണ്. കുറച്ച് എക്സ്ട്രാ കൂടുതൽ ഉണ്ടാക്കണ്ടേ? ഞാൻ തടി കൂടുന്നുണ്ട്. തേങ്ങ ഭക്ഷണത്തിന് മതിക്ക് വേണ്ടിട്ട് കുറച്ചുണ്ടാക്കണം ഗീസ്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പപ്പടം പൊടിക്കുമ്പോഴേ പോകണം. പപ്പടം പൊടിച്ചിട്ട് നമുക്ക് പുട്ട് കഴിക്കാം. പുട്ടുണ്ട്, മീൻകറിയുണ്ട്, പപ്പടം പൊടിച്ച് കഴിക്കാമല്ലോ. അതാണ് പ്ലാൻ ഗൈസ്. തേങ്ങ വേണോ? ആ കുറച്ച് വേണം. ഇത് ബാക്കി തേങ്ങയാണ്. ആയിക്കോട്ടെ. ആ തേങ്ങ അസുഖി തേങ്ങ തരൂല്ല, എനിക്കറിയാം. തന്നില്ലേ? ഇപ്പൊ ഇത് ഞാൻ തിരിച്ചെടുക്കും. ഭീഷണിപ്പെടുത്തുന്നില്ലേ ഗൈസ്? അങ്ങനെ തിന്നുന്ന സാധനത്തിന് ഞാൻ ഭീഷണിപ്പെടുത്തും. ഞാൻ അങ്ങനെയാ. ഞാൻ ആർക്കും കൊടുക്കത്തൂല്ല. അതിന് മക്കളായാലും അങ്ങനെ തന്നെ, നീ ആയാലും അങ്ങനെയല്ല. അങ്ങനെ 2 പേർക്കുള്ള പുട്ടായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്.
താഴെ വെക്കാം. നിന്റെ വാ കാരണം ഇനി താഴെ പോകണ്ട. അവൾ കപ്പിന് മുകളിൽ എടുത്തു. കപ്പ് കാതി കപ്പാണ്. അതിന്റെ മുകളിൽ പുട്ട് വെച്ചാൽ അതങ്ങനെ ഉരുണ്ട് വീണാലോ? ഉരുണ്ട് വീണ നിന്റെ പുട്ട് ഞാൻ തിന്നു. നീ തിന്നൂല, നീ പട്ടിയുടെ കൊത്തുള്ളൂ. നീ കൊതി വെച്ചിട്ടാണ് പോയത്. നിന്റെ സ്വത്തക്കുറവും പോയത് ഞാൻ പറയും. ഞാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചത് ഞാൻ തലക്കെടുത്തടിക്കും. ചട്ടിയിലാണ് പെട്ടെന്ന് പുക പോകണ്ടല്ലേ. പപ്പടം പൊള്ളിക്കാൻ വളരെ പേടിയാണ്. പിന്നെ എണ്ണ തെറച്ചു കഴിഞ്ഞ് വേദന തിന്നണം. ഞാൻ പറ്റൂലല്ലോ. പപ്പടമൊക്കെ ആദ്യം മറിച്ചിടും. കറക്റ്റായിട്ട് ഒറ്റടിക്ക് എണ്ണയിൽ മുക്കിയെടുക്കണം. ഞാൻ മറിച്ചിടുന്ന കണ്ടില്ല. അപ്പൊ മനസ്സിലായില്ല ഞാൻ മറിക്കൂന്ന്. മറിച്ചിടാൻ പാടില്ല. ഒറ്റടിക്ക് വേണം എണ്ണയിൽ മുക്കിയെടുക്കണം. പിന്നെ അതിനു വേണ്ടി ഇവിടെ മുക്കാൻ വേണ്ടി ഇരിക്കും. ആ എണ്ണ ഇതാക്കി എടുക്കണം. അതാ കഴിവ്. വീർത്ത് പൊന്തി വരണം. വീർത്ത് പൊന്തി വരാൻ വേണ്ടി ഇത് ഉഴുന്ന് മാത്രം വെച്ചിട്ടുള്ള പപ്പടമൊന്നും അല്ല. അത് ഞാൻ പൊതിച്ചല്ല. ഞാൻ ഇപ്പൊ ഇതാക്കുന്നുണ്ട്. അത് മതി. പപ്പടം തരൂലേ അസ്? എനിക്കിന് പപ്പടം ഇല്ല. ഇനി എനിക്ക് രണ്ട് സൈഡും കൊടുക്കണം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിക്കണത്. സമയം ഏകദേശം 10 മണിയാവുന്നേ. ഫുഡ് കഴിക്കാം. രണ്ടുപേർക്കും ഓരോ കുട്ടി പുട്ടും 3 പുട്ടും 3 കുറ്റി പപ്പടവും. പിന്നെ ഇന്നലത്തെ മീൻകറി, മിഞ്ഞാത്ത മീൻകറി സെറ്റായി. അപ്പൊ അതും കൂടി ചേർത്ത് കഴിക്കാം. കഴിക്കണം പ്ലാൻ. കഴിക്കാണ്. ഞാനിവിടെ നീക്കട്ടെ. ഞാൻ ആദ്യം ഇച്ചിരി വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കട്ടെ. ആയിക്കോട്ടെ, വെള്ളം കുടിച്ച്. കാരണം തടി കുറയ്ക്കാനുള്ളതുകൊണ്ടേ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടി? വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ നിന്ന് നേരെ താഴെ പിള്ളേരെ അടുത്തോട്ട് പോയിരുന്നു. ഞായറാഴ്ചയല്ലേ. അപ്പൊ ആർജ അവിടെ ആണെങ്കിലും മൊബൈലും കളിച്ചിരിക്കുക. ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നത്. ആർജ എപ്പോഴും ഇങ്ങനെ തന്നെ ഫുൾ ലേറ്റ് ആണ് ഗൈസ്. ഇല്ല, ഒച്ചിനെ പോലെയാണ്. ഞാൻ പോവാ രണ്ടും കൽപ്പിച്ച്. ആർജ വേണമെങ്കിൽ വരട്ടെ. ഞാൻ എന്തായാലും പതുക്കെ ഇറങ്ങി. ഇന്ന് കുറെ പ്ലാനൊക്കെ ചെയ്തായിരുന്നു. താഴെ പിള്ളേരായിട്ട് ജാമ്പൊക്കെ പറിക്കണം, മീൻ പിടിക്കാൻ പോകണം എന്നൊക്കെ. ആദ്യമാണെങ്കിൽ വിളിച്ചാൽ വരത്തില്ല. എന്തായാലും ഞാൻ പോകും. വരട്ടെ. കണ്ട എത്ര നേരമായിട്ട് വന്നില്ല ഗൈസ്. കള്ള വിടുക. അസേ കണ്ട ഗൈസ്. ഞാൻ പോട്ടെ. എപ്പോഴും ഇങ്ങനെ വരും. ഇത്ര നേരമായിട്ട് ആർജ വന്നില്ല ഗൈസ്. അവനോട് മിണ്ടൂല. ശരിയല്ല. ഇപ്പോഴാണ് വരുന്നത് ഗൈസ്. ഇത്രയും ദൂരം നടന്നിട്ട് ഇപ്പോഴാണ് പറഞ്ഞത്. നടന്ന് ഒരു ഉത്തരവാദിത്തമില്ല ഗൈസ് ഒരു കാര്യത്തിൽ. നമ്മൾ ഇത്രയും നേരം അവിടെ നിൽക്കിയിരുന്നു. ഇതുകൊണ്ട് പറഞ്ഞാടാ നാറികൾ വാടാ പട്ടികളെ. ഇതാണാടാ നീ വരാന്ന് പറഞ്ഞത്. അങ്ങനെ ഷാജികളെ രണ്ടിനെയും കൂട്ടി അങ്ങനെ പോവാം. കേറാം. ഉണക്ക സ്ഥലത്ത് എൻ്റെ കൈ മിച്ചടക്കാണ് അഹങ്കാരി. അപ്പൊ ഗൈസ് നമ്മളെല്ലാരും പോവാണ്. കയ്യിലെടുത്ത് വെച്ചിങ്ങനെ മുളകൊടിയും ഉപ്പും കൂടി മിക്സാണ്. ഓ ഒരു മീനിന് കണ്ണൻകൊഴിയാള ചെറുത്. നമ്മളിവിടെ നേരെ പോകും. വണ്ടി കയറി താന്നതായിരിക്കുന്നു. ഓട്ടോറിക്ഷ എല്ലാം വരുമല്ലോ. ചർച്ചന്റെ വീടിന്റെ ഫ്രണ്ട് വരെ എന്ത് പാട്ട്. വീഴൂല. പോള പാട്ടി. എടാ നിന്നെ പ്ലാസ്റ്റിക് അയ്യോ പോയി തള്ളിയിടാം. അപ്പൊ നല്ലത് കിട്ടാലോ. കാല് മാറ്റി. വയറിളഞ്ഞു. അതല്ല നിരന്തരം തിന്നു. എന്തുവാടാ മന്തി മിന്തി നിറയുണ്ടല്ലോ. അങ്ങനെയുണ്ട്.
എല്ലാവരും നിന്ന് നമുക്ക് ഉപ്പ് മുളക് കൂടി കഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചാണല്ലോ അടിപൊളി കക്കൂസിനാണ്. ഓൾറെഡി പച്ചവെള്ളം ഇറക്കിയിട്ടാണ് ഇത് തിന്നുന്നത്. പച്ചവെള്ളം വീട്ടിൽ പേടി ചാമ്പൊക്കെ എത്തിയിട്ട് ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ പിന്മാറി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 പേര് കൂടി നിരന്നിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ലൊക്കെ പിടിച്ചു തുടങ്ങി. ഇവന് അടിയിൽ കൂടി ഒരു പിൻഗ്യാസ് പോയാൽ അവന് സമാധാനം ഇരിക്കുന്നു അവൻ പറയുന്നു. അവനവര് പോയിട്ടില്ല, അവന്ന് കഴിച്ചോണ്ടിരിക്കും. അവന് കീഴ് പോയാൽ നിർത്തുള്ളൂ. എനിക്ക് പിന്നെ മേളിൽ കൂടി ഒരു വായു പോയി, കീഴിൽ കൂടി പോയിട്ടില്ല. എനിക്ക് എഴുതുക പോണെന്ന് പറഞ്ഞത്. ഉണ്ണിക്ക് എന്തും കൂടെ പോയില്ല. ഉണ്ണിയെന്താ പോകത്ത്? എപ്പോഴും പോകാൻ പറിക്കാൻ വേണ്ടി പോവാം. പറിക്കാൻ വേണ്ടി പോവാം. ഇതൊക്കെ നല്ലതാ. ഇപ്പൊ കിടക്കണൊക്കെ നമ്മള് കുടിക്കിട്ടോ മറ്റേ അടിച്ചടി കളഞ്ഞിട്ടുണ്ടോ. നിനക്ക് ബുദ്ധിയുണ്ടോ ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ പിള്ളേരും ചേട്ടനും എല്ലാവരും കൂടെ വന്നിട്ട് ഇതാ ചായ കുടിക്കലും നമ്മളെ ജാമ്പക്ക തീറ്റി അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇച്ചിരി ചായ ഞാൻ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. നോക്കണം ആദ്യം ഇവിടെ ചായ കുടിക്കുകയാണ്. ചായ അതാണ് ചായ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ കൂടെ തകർത്ത് കുടിക്കാൻ കാപ്പി വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്. എനിക്കിവിടെ വെച്ചിരുന്ന് നോക്കട്ടെ കാപ്പി ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഓർക്കുന്നില്ല. ഓ മൈ ഗോഡ്, തീർന്നു ഗൈസ്. അപ്പം എനിക്ക് കാപ്പിയില്ല. സാരമില്ല, നമുക്കിനിയിപ്പോൾ എന്തായാലും പോകാം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ പോവാണ്. ചേട്ടനും അസുഖം ഇതാ വരുന്നത്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകാം ഗൈസ്. പോയിട്ട് ചേച്ചിക്ക് ജാമ്പയ്ക്ക വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജാമ്പയ്ക്കും കൂടി പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ജാമ്പയ്ക്ക് തള്ളിയിടുവാണ്. ചേട്ടൻ അവിടെ കുലുക്കി തള്ളുവാണ് ഗൈസ്. ഉള്ളു മീൻ പറക്കാം. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ ചേട്ടൻ? കുളിയൊക്കെ കഴിഞ്ഞു. ചേച്ചിക്ക് ജാമ്പയ്ക്ക് പറിച്ചുകൊണ്ട് പോവാം. നിങ്ങൾ രണ്ടും കൂടി ഓടി ദേ ഇനി എത്തി. ഉണ്ണിക്കുട്ടൻ എന്തായാലും പോവാം പെട്ടെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും കൂടി അങ്ങേറോ പോകുന്ന ചേച്ചി നിഷ ചേച്ചീൻ്റെ വീട്ടിലോട്ട്. നിഷ ചേച്ചിയല്ല, നിഷേൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോയിട്ട് വരാം. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് മുങ്ങി, ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയും കൂടി വന്നാൽ പോകാം. പോയിട്ട് വരാം. അപ്പോൾ ചേച്ചി സാധനം കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പം കൊണ്ടുവച്ചിട്ട് നേരെ പോകാം. കാക്ക ഇവിടെ കൂട് കൂട്ടാൻ വേണ്ടി ചകിരി കുത്തിപ്പറിക്കുകയാണ്. എന്നാലും നമുക്ക് പോകാം. പോവാസു ഇനിയിപ്പോൾ നേരെ പോയിട്ട് വരാം. അപ്പം നമ്മൾ നടന്നിങ്ങനെ ചേച്ചി കൊല നോക്കി അടയ്ക്കും. അപ്പം കൂമ്പിൻ്റെ കാര്യത്തിലൊക്കെ ആയി പോകുമ്പോൾ കൂമ്പടിക്കാം. മരിച്ചിനുണ്ടാന്ന് അറിഞ്ഞൂടെ. ഇപ്പം മരിച്ചിനുണ്ടാവില്ലല്ലോ ചേച്ചി? മരിച്ചിനുണ്ടാകത്തില്ലല്ലോ ഈ സമയത്ത് ഇവിടെ മറ്റം തുടങ്ങിയില്ലല്ലേ? അത് ദൈവമേ, ചേച്ചി വേറെ മൂടില്ലാന്ന്. അത് ശരിയെന്നാ. അപ്പം എന്തായാലും പോയിട്ട് നേരം സാബുചേട്ടനല്ലേ വരുന്നത്? അപ്പോൾ ചേട്ടനാണ് ഇപ്പോൾ ഇത്. അപ്പം എന്തായാലും പോവാം. എനിക്ക് ഇവിടെ എല്ലാം കള്ളന്മാരാണ്. ഇതിന് തൊട്ടൊരു വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഈ കപ്പയൊക്കെ പിഴുകുമ്പോൾ നമുക്ക് മേടിക്കാം. നല്ല സൂപ്പറാണ് ഗൈസ്, വയൽ കപ്പ. എന്തായാലും നേരെ പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. കാരണം നമുക്കിന്ന് പോയിട്ട് യൂട്യൂബ് ലൈവ് ഉണ്ടെന്ന്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോവാണ്. പോയിട്ട് വേണം ലൈവ് പോകാനായിട്ട്. ശ്രുതി മാവും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. രാത്രിക്കും ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. പെട്ടെന്ന് പോയിട്ട് ഫാസ്റ്റ് എല്ലാം പണി തീർത്തിടണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ലൈവിൽ ഇരിക്കാനായിട്ട്. ലൈവ് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ നാളെ ശേഷമാണ് നമ്മൾ വീണ്ടും യൂട്യൂബ് ലൈവ് വരുന്നത്. ഞായറാഴ്ച ലൈവ്. അപ്പോൾ ഈ ഞായറാഴ്ച ലൈവ് മിസ് ചെയ്യാൻ പാടില്ല. ഇനി തുടങ്ങണം. എന്നോട് വീണ്ടും നല്ല ലൈവൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ പോകുന്നത്. സമയം 6:45 ഗൈസ്. ഇരുട്ടേ തുടങ്ങി. തേങ്ങ ടോർച്ച് എടുത്തിട്ടില്ല. കുഴപ്പമില്ല, ഇവിടെ എത്തിയെന്നാലും സേഫായിട്ട്. വീട്ടിൽ ലൈറ്റ് ഇട്ടാണ് പോയത്. ഇന്നലെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയായിരുന്നു. ഇന്ന് ഓണാക്കിയിട്ടാണ് പോയത്. അതൊന്നും എന്തായാലും തേങ്ങ വേണം എല്ലാവരും കണക്ക് കൂട്ടലാണ് എന്നാണ് പറഞ്ഞത്.
തേങ്ങയുടെ കണക്കൂട്ടൽ ശരിയല്ല, എപ്പോഴും തെറ്റാണ്, അതൊരു കാര്യം. ശ്രുതി വന്നപ്പോൾ തേങ്ങ ചിരണ്ടി ചമ്മന്തി അരച്ച് എന്നുള്ള സെറ്റ് വെച്ചുകൊണ്ടിരിക്കുക. ചമ്മന്തി അരിക്കാണ്, കാരണം ദോശയ്ക്ക് വേറെ കറി കുറച്ച് മീൻകറി ബാക്കിയുണ്ട്, കുറച്ചുള്ളത് ഒരാൾക്ക് ദഹിച്ചിട്ടുണ്ടാവുള്ളൂ അല്ല നിശു. അപ്പോൾ ചമ്മന്തി ഇതിന് വേണം, അതുകൊണ്ട് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കഴിക്കാനായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബ് ലൈവ് വരാണ്ട് ഞാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ, ഫാസ്റ്റ് എടുത്തിട്ട് നമുക്ക് കാര്യം ചെയ്യാം അല്ല നിശു. ഭക്ഷണം കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ലൈവ് എന്നോട് കാണിക്കേണ്ട ബ്ലോഗിൽ അതുകൂടി കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ദോശ സെറ്റാക്കാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു ഫാസ്റ്റ് ആവട്ടെ. സമയം ഇപ്പോൾ കറക്റ്റ് 7 മണിയായി, 7:05. നമ്മൾ 8 മണിക്കൂറിൽ ഭക്ഷണം കഴിച്ച് വീഡിയോ ലൈവ് വരാനുള്ള യൂട്യൂബ് ആ മെയിൻ പ്ലാനിങ് ആയിട്ട് നടക്കും, ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രതീക്ഷയിലാണ്. ചമ്മന്തി ആയിക്കഴിഞ്ഞു, ദോശ ആയിക്കഴിഞ്ഞു അല്ലേ, ദോശ കൂടി ഉണ്ടായിക്കഴിഞ്ഞു, ദോശ ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം. പിന്നെ മീൻ കറി ചൂടാക്കിയത് അത് ഓൾറെഡി ചൂടാക്കി വെച്ചാൽ അത് കുഴപ്പമില്ല, അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി ഭക്ഷണം കഴിക്കാം നമുക്ക് ഫാസ്റ്റ് ആവട്ടെ എന്തായാലും, എന്നിട്ട് കഴിക്കുമ്പോൾ കാണിക്കാം. അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കൽ തീർന്നിട്ടുണ്ട് ഗൈസ്. ശ്രുതിന് കടുക് പൊട്ടിക്കാനുള്ള പ്ലാനല്ല ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. ഈ ട്രിക്ക് ഞാനാണ് പറഞ്ഞു കൊടുത്തത്, തേങ്ങ തവിയിൽ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കാന്ന്. ഇപ്പം സ്ഥിരമായിട്ട് ഇതിനെ പരിപാടി ഇല്ല തേങ്ങ. ഇത് നമ്മൾ പപ്പടം പുറത്ത് എണ്ണയുടെ ബാക്കി തന്നെയാണ് അല്ലേ, ഒന്നും വേസ്റ്റ് കളയാൻ പാടില്ലല്ലോ. എണ്ണയ്ക്ക് വില അനുസരിച്ച് പൊള്ളുന്നതാണ് ഇപ്പോഴത്തെ എണ്ണയുടെ വില, അതിനനുസരിച്ച് നമ്മൾ പെരുമാറും. വെളിച്ചെണ്ണയ്ക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല നമ്മൾ, ഈ പറഞ്ഞ പോലെ പാമ്പോല ഉപയോഗിക്കാറില്ല, സൺഫ്ലവർ ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ നമ്മൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും, പാമോയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ വെളിച്ചെണ്ണ ഏറ്റവും ഉപയോഗിക്കാറ്. ചമ്മന്തി അരച്ചപ്പോൾ വെള്ള കളറായി പോയി കഴിച്ചു. തേങ്ങ മഞ്ഞപ്പൊടി ഇട്ടാണെന്ന് പറയാം. തേങ്ങയ്ക്ക് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരങ്ങൾ കാണിക്കണം, ആയതുകൊണ്ട് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വേണം പറഞ്ഞു, ഇതേപോലെ ആവശ്യമായിട്ട് പണി കാണിക്കാൻ നിൽക്കുന്നത്. അക്കോട്ട് അരച്ചത് പഴുത്ത മുളക് എന്താണ് കുഴപ്പം? ആഹാരം ദേഹം കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില പറിച്ചിട്ടായിരുന്നു, കറിവേപ്പില ഉണങ്ങി. ഉണങ്ങി കറിവേപ്പില കുഴപ്പമില്ല, സ്മെല്ല് വരുമല്ല. വെറുതെ ഉള്ളത് കളയാൻ ആവശ്യമില്ലല്ലോ. നമ്മുടെ പുറത്തുള്ള മലയാളികളെ കറിവേപ്പിലൊന്നും ഉപയോഗിക്കണത്, ഉണങ്ങി കറിവേപ്പില ഉപയോഗിക്കണത്. ഇവിടെ ഉണങ്ങിയല്ലേ ഉണക്കിയല്ലേ കൊണ്ടുപോകണം കറിവേപ്പിലൊക്കെ. കറിവേപ്പില ആയാൽ പോലെ ഗൈസ്. അതുപോലെ തേങ്ങ മുഖത്ത് ഇങ്ങനെയൊക്കെ പോകും. മതി ഉച്ചയുള്ള ഭാഗത്തുള്ള മുഖം കാണിക്കും തേങ്ങ, അതൊന്നും ഇതാക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഉച്ചപ്പോഴും അത് പറയാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഭക്ഷണം കൊണ്ടിരുന്ന് കഴിഞ്ഞു. ഇന്ന് പ്രാവശ്യം കസര എടുത്തിട്ടിരിക്കുന്നത്, ഞാൻ കസര അവിടെ നിന്ന് കാര്യമാക്കി എടുത്ത് പഠിച്ചിട്ടതാണ്. അപ്പോൾ കസര കഴിക്കാം, നല്ല അതാണ് നല്ലത്. എനിക്ക് ഭക്ഷണം വന്നിട്ടുണ്ട്, ഞാനും കഴിക്കാൻ വേണ്ടി പോകണം കേസ്. അപ്പോൾ നമ്മൾ രാത്രി ഡിന്നർ പിന്നെ അധികം മീൻ വേണ്ട, ചമ്മന്തി മതി. അപ്പം തന്നെ കഴിക്കാം. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ കഴിച്ചു. ഇപ്പോൾ നിശുവിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഹയൊക്കെ പോകാൻ ചെയ്യാൻ തുടങ്ങാം. ആ മെയിൻ പ്ലാൻ. അപ്പോൾ അതേ കണ്ടോ ഗൈസ്, നമ്മളിത് രാത്രി 24 ലൈവ് വേണ്ടി കാത്തിരിക്കുകയാണ്. സമയം ഏകദേശം 7:45 7:43 ഇനി സമയമുണ്ട്. നമ്മൾ ലൈവ് കൊണ്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈവ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ലിങ്കിൽ ഇൻസ്റ്റയുടെ സ്റ്റോറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റ ക്യാമറ കൂടെ മുഖത്ത് സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക. മൂക്കത്ത് ശുണ്ടി എന്താ കുരു, ഒരടിച്ചാൽ വേറെ ലെവല് ഫീൽ ആയിരിക്കും അല്ലേ? എൻജോയ് ചെയ്യാൻ പറ്റില്ല മുഖത്തെ ശുണ്ടി കുരു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ടൈമിലെ വിശേഷങ്ങൾ. എനിക്ക് തോന്നുന്നു ബ്ലോഗ് ഇപ്പം ഒരുപാട് ലെങ്തായി പോയി തോന്നുന്നു. ക്ഷമിക്കുക ഗൈസ്, തേങ്ങ ബ്ലോഗേ എടുക്കാറില്ല. എന്നിട്ട് ഞാൻ അടുത്ത ബ്ലോഗ് നീ എടുക്കണം, എടുക്കൂല. എപ്പോഴെത്തി അങ്ങോട്ട് പോയതൊക്കെ ഞാനല്ലേ എടുത്ത്. നമ്മുടെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ഫ്രം അജയ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ്സ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ പുതിയൊരു വിശേഷം ബൈ.